ഞങ്ങൾക്ക് ഈ വിധിയിൽ ഞങ്ങൾക്ക് കീഴ്ക്കോടതിയിലെ വിധിയിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളും ഹൈക്കോടതിയിൽ അപ്പീൽ പോയത്. അതുപോലെ പ്രതികളും അവരും പോയിട്ടുണ്ട്. ഞങ്ങൾ ഈ അപ്പീൽ കൂടുതൽ ശിക്ഷ അവർക്ക് നൽകണമെന്നും അതുപോലെ ഒരു 3 പേരെ കോടതിയിൽ നിന്നും വെറുതെ വിട്ടതിന് ശേഷം അവരുടെയും കൂടെ ശിക്ഷ പരിഗണിച്ച് കുറച്ചും കൂടെ കൂടുതൽ ശിക്ഷ അവർക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോയത്. പിന്നെ കാരണം നമ്മുടെ ഈ കേരളത്തിൽ തുടരെ ആൾക്കൂട്ട ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മധുവിൻ്റെ ഈ ഒരു ആൾക്കൂട്ടാക്രമണം നടന്നതിന് ശേഷം ഒരുപാട് ആൾക്കൂട്ടാക്രമണം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരു മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണുക, അവരെ മൃഗങ്ങളായിട്ടോ ഒന്നും ആരും തന്നെ അങ്ങനെ കാണരുത്. അതിനുള്ള ഒരു മാതൃകയായിട്ട് നമ്മുടെ ഈ മധുവിൻ്റെ ഒരിക്കലും മൃഗങ്ങളായിട്ട് കാണരുത്. പക്ഷെ എന്ന് കഴിഞ്ഞാൽ എനിക്ക് ഞെട്ടിക്കുന്നൊരു കാര്യം, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു, മറ്റുള്ള പ്രതികൾക്ക് ശിക്ഷ കൊടുത്തു. ഒന്നുകിൽ എല്ലാ പ്രതികളും നിരപരാധിയായിട്ട് വിടും, അല്ലെങ്കിൽ 5-6 കേസിൽ പ്രതികളെ വെറുതെ വിടും, അത് രണ്ടാം പ്രതി വിടും. ഈ ഒന്നാം പ്രതി വെറുതെ വിടുന്ന എന്ത് നിയമമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഈ നിയമങ്ങൾ ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇവിടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയെങ്കിലും സുപ്രീം കോടതിയിലായി പോയാൽ പോലും ഇനി അർഹിക്കപ്പെടുന്ന ശിക്ഷകൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടണം. ഇനി ഒരിക്കലും ആൾക്കൂട്ടാക്രമണം ഉണ്ടാകരുത്. അതിപ്പോഴും ആ പാവത്തിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ തന്നെ ഒരു പിടച്ചിൽ തന്നെയാണ്. ഇനിയായിരിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ.